കഴിഞ്ഞ ദിവസം പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുത്തൊരു വാർത്തയായിരുന്നു മീനാക്ഷി കാവ്യയ്ക്ക് വേണ്ടി ലക്ഷ്യയുടെ ഒരു ബുട്ടീക്കിന്റെ വസ്ത്രം അണിഞ്ഞെത്തിയത്. അത് വളരെയധികം വാർത്താ പ്രാധാന്യമുള്ള ഒന്നായി മാറിയിരുന്നു. കാരണം ഇതുവരെ ലക്ഷ്യയുടെ ഒരു വസ്ത്രം അണിഞ്ഞ് ലക്ഷ്യയ്ക്ക് വേണ്ടി മോഡൽ ഷൂട്ട് ചെയ്ത് മീനാക്ഷി എത്തിയിട്ടില്ല. ലക്ഷ്യയ്ക്ക് എന്നല്ല, ഒരു മോഡൽ ഷൂട്ടിന് മീനാക്ഷിയെ കിട്ടാറില്ല. മീനാക്ഷി അതിലൊക്കെ തന്നെയും വളരെയധികം ശ്രദ്ധ പുലർത്തുന്ന ഒരു പെൺകുട്ടിയാണ്. എന്നാൽ മഞ്ജു ഫോളോ ചെയ്യുന്ന മീനാക്ഷിയുടെ അക്കൗണ്ടിൽ മുൻപുള്ള ചിത്രങ്ങൾക്കൊക്കെ മഞ്ജു ലൈക്ക് അടിച്ചിട്ടും ഇപ്പോൾ കാവ്യയ്ക്ക് വേണ്ടി മീനാക്ഷി പോസ്റ്റ് ചെയ്ത ഈ ചിത്രത്തിന് മഞ്ജു ലൈക്ക് അടിച്ചിട്ടില്ല എന്നാണ് പ്രേക്ഷകർ കണ്ടുപിടിച്ചിരിക്കുന്നത്. പ്രേക്ഷകർ പറയുന്നതും ഈ കാര്യം തന്നെയാണ്. മഞ്ജു മകൾക്ക് ഇതിന് പിന്തുണയില്ല. രണ്ടാനമ്മയ്ക്ക് വേണ്ടി ബിസിനസിന് സപ്പോർട്ട് ചെയ്യുന്ന മഞ്ജുവിന്റെ മകളെ മഞ്ജു തള്ളി പറഞ്ഞിരിക്കുകയാണെന്നാണ് ആരാധകർ തന്നെ പറഞ്ഞിരിക്കുന്നത്. അമ്മ ഫോളോ ചെയ്തതൊക്കെ ശരിയാണ്, മകളോട് സ്നേഹവുമുണ്ട്. എന്നാൽ രണ്ടാനമ്മയ്ക്ക് വേണ്ടി അമ്മയുടെ മുമ്പിൽ ലൈക്ക് ചോദിച്ചെത്തിയിരിക്കുകയാണ് ഇപ്പോൾ മീനാക്ഷി. അമ്മ ഫോളോ ചെയ്യുന്നുണ്ട് എന്നറിഞ്ഞിട്ടും ലക്ഷ്യയിൽ നിന്ന് എടുത്ത വസ്ത്രമിട്ട് ഫോട്ടോ എടുത്ത് ഇപ്പോൾ അമ്മയെ കൊണ്ട് ലൈക്ക് ചെയ്യിപ്പിക്കാൻ ശ്രമിച്ചതാണ് പെൺകുട്ടി. എന്നാൽ താരപുത്രിയുടെ ആ ഒരു കാര്യം മാത്രം നടന്നില്ല. രണ്ടാനമ്മയെ കരുതി ഒരിക്കലും നമ്മൾ പെറ്റമ്മയെ തള്ളിപ്പറയരുത്, ഒരിക്കലും നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറയുകയാണ് എല്ലാവരും. എന്നാൽ ഇത്രയും നാളും ഈ പെറ്റമ്മ എവിടെയായിരുന്നു എന്ന് ചോദിക്കുകയാണ് പ്രേക്ഷകരെല്ലാവരും. മീനാക്ഷിയെ നന്നായി നോക്കിയതാണ് അവളുടെ വളർത്തമ്മ. അതുകൊണ്ട് തന്നെ അവൾക്ക് കാവ്യയോടൊപ്പം നിൽക്കുന്നതിൽ ഒരു പ്രശ്നവുമില്ല. അവർ നല്ല സുഹൃത്തുക്കൾ കൂടിയാണ്. കാവ്യയുടെയും ദിലീപിന്റെയും വിവാഹത്തിന് ഏറ്റവും കൂടുതൽ ചുക്കാൻ പിടിച്ചത് മീനാക്ഷിയാണ് എന്ന് മുൻപും ദിലീപ് പറഞ്ഞിട്ടുണ്ട്. കാരണം അവളാണ് അച്ഛ നിങ്ങൾ കല്യാണം കഴിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യം എത്തിയത്. ഞങ്ങളുടെ മനസ്സിൽ പോലും ഇല്ലാതിരുന്ന ചിന്ത മീനൂട്ടിയായിട്ടാണ് ഉണ്ടാക്കിയതെന്ന് ദിലീപ് തന്നെ മുൻപ് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ദിലീപിന്റെയും കാവ്യയുടെയും വിവാഹത്തിന് ഏറ്റവും കൂടുതൽ ആദ്യം എത്തിയത് മീനാക്ഷിയാണ്. എന്നാൽ ഇത് വളരെയധികം വാർത്താ പ്രാധാന്യവും മീനാക്ഷിക്ക് തന്നെ ഇത് വലിയ വിമർശനവുമായി മാറിയിരുന്നു. പെറ്റമ്മയെ വേദനിപ്പിച്ചിട്ട് അച്ഛനോട് രണ്ടാമതൊരു വിവാഹം കഴിപ്പിക്കാൻ പറയുന്ന മകളാണോ നല്ല മകളെന്ന് ചോദിച്ചുകൊണ്ട് അന്ന് മീനാക്ഷിക്കെതിരെ കടുത്ത സോഷ്യൽ മീഡിയ വിശകലനമുണ്ടായിരുന്നു. അന്നും സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ മീനാക്ഷി ചെയ്തത് തെറ്റ് എന്ന് തന്നെ പറയുകയുണ്ടായി. പിന്നീട് താരപുത്രിയുടെ സ്വഭാവം കൊണ്ട് തന്നെ താരപുത്രി ഇഷ്ടമെല്ലാം കൈപ്പറ്റാൻ തുടങ്ങി. അതിലൂടെ പ്രേക്ഷകരും ഏറ്റെടുക്കാൻ തുടങ്ങി. ഇതോടെ സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേര് അതിനെക്കുറിച്ചുള്ള വാർത്തകൾ ഏറ്റെടുക്കാൻ തുടങ്ങിയതോടെ പ്രേക്ഷകർക്കും സന്തോഷമായി മാറി. നിരവധി പേരാണ് ഇപ്പോൾ ഇതിനെക്കുറിച്ച് സംസാരിച്ച് എത്തുന്നത്. പ്രേക്ഷകർക്ക് വളരെയധികം പ്രിയങ്കരിയായ താരപുത്രിയായ മീനാക്ഷി ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്ന വീഡിയോയ്ക്കും ചിത്രങ്ങൾക്കും ഒരുപാട് ലൈക്ക് ലഭിക്കുന്നുണ്ട്. തന്റെ അമ്മയെ സപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് മീനാക്ഷി. ഇപ്പോൾ ഡോക്ടർ പഠിത്തമൊക്കെ കഴിഞ്ഞ ഹൗസ് സർജൻസി പീരീഡും കഴിഞ്ഞ് ഇപ്പോൾ കുട്ടി ഡോക്ടറായിരിക്കുകയാണ് നമ്മുടെ മീനാക്ഷി ദിലീപ്. ഇനി താരപുത്രിയുടെ ഭാവി പരിപാടി എന്തെന്നാണ് എല്ലാവർക്കും അറിയേണ്ടത്. ഒരു ഡോക്ടർ ആവാനുള്ള തയ്യാറെടുപ്പ് കഴിഞ്ഞിരിക്കുന്നു. ഇനി ഒന്നെങ്കിൽ ഒരു MD അല്ലെങ്കിൽ ഒരു ജോലി. ഇത് തന്നെയാണ് താരപുത്രിയുടെ ലക്ഷ്യം. അതിനാണ് പ്രേക്ഷകരും കാത്തിരിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ ഏറ്റെടുക്കുന്നു. അതോടൊപ്പം തന്നെ മീനാക്ഷിയുടെ വിശേഷങ്ങൾ അറിയാൻ കാത്തിരിക്കുന്ന പ്രേക്ഷകർക്ക് ഇപ്പോൾ ഇങ്ങനൊരു വിശേഷം കൂടിയാണ് എത്തിയിരിക്കുന്നത്. മഞ്ജുവിന്റെ അടുത്ത് കാവ്യം കൊണ്ടെത്തി ലൈക്ക് മേടിക്കാൻ നോക്കിയ മീനാക്ഷിക്ക് അത് മാത്രം സാധിച്ചില്ല. മഞ്ജു എന്തൊക്കെ ക്ഷമിച്ചാലും അത് മാത്രം ക്ഷമിക്കില്ല. തന്റെ ദാമ്പത്യ ജീവിതം ഇല്ലാതാക്കിയെന്ന് വിശ്വസിക്കുന്ന ഒരു പെണ്ണാണ്. അതുകൊണ്ട് തന്നെ ഒരിക്കലും കാവ്യയോടുള്ള ദേഷ്യം മഞ്ജുവിന് മാറില്ല. ദിലീപുമായും മീനാക്ഷിയുമായും ഒക്കെ മഞ്ജു സംസാരിക്കാൻ ശ്രമിക്കുമായിരിക്കും. പക്ഷെ ഒരിക്കലും കാവ്യയുമായി മഞ്ജു ഒരിക്കലും സംസാരിക്കില്ല. ആ ഒരു നല്ല കാര്യം മുന്നോട്ട് പോവില്ല. അതൊരിക്കലും മഞ്ജുവിനെ കൊണ്ടാകില്ല എന്ന് തന്നെ മുൻപും തെളിയിച്ചിട്ടുള്ള കാര്യമാണ്. ദിലീപുമായുള്ള വേർപിരിയൽ വല്ലാതെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിലും ഇത് മാത്രം നടക്കില്ല എന്ന് പറയണം. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.